നമ്മുടെ ശരീരത്തിൽ ചില ഇൻഫ്ലമേഷൻ വരുന്ന കേസിലൊക്കെ തന്നെ നമ്മുടെ സ്കിന്നിൽ മുഖത്ത് പ്രത്യേകിച്ചും പസ് നിറഞ്ഞ കുരുക്കളോ അല്ലെങ്കിൽ ദേഹത്തിന് പുറത്ത് ബാക്നേസ് ഇതുപോലെ ചെറിയ ചെറിയ തരി കുരുക്കളൊക്കെ വരാറുണ്ടല്ലോ. അതുള്ള കേസിലും അതുപോലെ നമുക്ക് ശരീരത്തിൽ വേദന അനുഭവപ്പെടുമ്പോഴും ബ്ലോട്ടിങ് ദഹന പ്രശ്നങ്ങൾ വരുമ്പോഴും മുടിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ വരുമ്പോഴും ഇതൊക്കെ മാറ്റാൻ സഹായിക്കുന്ന വളരെ നല്ലൊരു ഡ്രിങ്കാണ് പരിചയപ്പെടുത്തുന്നത്. മറ്റൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ളതാണ്, പക്ഷേ എങ്കിലും നമ്മൾ അത്ര തന്നെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാത്ത ഒന്നാണ് സെലറി എന്നുള്ളത്. അജ്മോദ എന്ന് സാൻസ്ക്രിറ്റിൽ ഇതിന് പറയും. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് വളരെയധികം ഗുണകരമായിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും ഇത് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഡോക്ടർ സജിത ദിജൻ. ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളെയും അതുപോലെ തന്നെ നിങ്ങളുടെ ബ്യൂട്ടി പ്രശ്നങ്ങളെയും ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. അജുമോദാത്തു ശൂലഗ്നി തിക്തോക്ഷ്ണ കഫവാതജിത്ത് എന്ന് പറയുന്നുണ്ട് ഈ ഒരു സെലറിയെ കുറിച്ച്. അപ്പോൾ അത് കഫവാതങ്ങളെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു എന്നുള്ളതും അതുപോലെ ശരീരത്തിലെ വേദനകളെയൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. ഹിക്ക ആത്മാന അരുചിർ ഹന്തി കൃമിജിത് വഗ്നി ദീപനി എന്നുള്ളതും പറയുന്നത് കൂടുതലും നമുക്ക് വയറിനകത്ത് ഉണ്ടാവുന്ന ഉരുണ്ട് കയറ്റം അല്ലെങ്കിൽ ബ്ലോട്ടിംഗ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതും അതുപോലെ കഫവാത ദോഷങ്ങളെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതും ശരീരത്തിൽ ഉണ്ടാവുന്ന മറ്റുള്ള ഇൻഫ്ലമേഷനൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നതുമായിട്ടുള്ളത് കൃമി രോഗങ്ങളെയൊക്കെ കുറയ്ക്കുന്നു എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. വളരെ വേഗം നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ജ്യൂസ് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്, ഏത് സമയങ്ങളിൽ ഉപയോഗിക്കണം, ഏത് അളവിൽ ഉപയോഗിക്കണം എന്നെല്ലാം ഒന്ന് കണ്ടു നോക്കാം. താരം സെലറി തന്നെയാണ്. അപ്പോൾ ഈ ഒരു സെലറി ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് സെലറി ജ്യൂസ് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രധാന ചേരുവയാണിത്. ഇതിൽ നമുക്ക് സ്റ്റിക്കാണ് ആവശ്യമുള്ളത്, ഇതിൻ്റെ ഇലഭാഗം ആവശ്യമില്ല. ധാരാളം ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഒരു കാര്യമാണ് സെലറി എന്നുള്ളത്. അതുപോലെ തന്നെ ലോ കലോറി ഫുഡാണ് എന്ന് വേണം പറയാൻ. ഒരു 2 സ്റ്റോക്ക് സെലറി എടുക്കുകയാണെങ്കിൽ ഇതിലൊരു 15 കലോറീസൊക്കെ അടങ്ങിയിട്ടുള്ളൂ. അതുപോലെ തന്നെ ഡയറ്ററി ഫൈബർ, വൈറ്റമിൻ കെ, വൈറ്റമിൻ എയും സിയും കാൽസ്യം അയണും ഒക്കെ തന്നെ ചെറിയൊരു എമൗണ്ടിലും അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് നാച്ചുറൽ സോഡിയത്തിൻ്റെ ഒരു സോഴ്സാണ് എന്നുള്ളതും പറയുന്നുണ്ട്. അപ്പം ഈ ഒരു സെലറി ഞാനിവിടെ ഒരു സ്റ്റിക്ക് എടുത്തിട്ടുള്ളൂ. പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് നമുക്ക് ഈ രീതിയിൽ തയ്യാറാക്കി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു 2-3 സ്റ്റിക്കൊക്കെ വെച്ച് തനിയെ ഇത് മാത്രമായിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇത് പുരുഷന്മാരുടെ സ്പേം ഹെൽത്തിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്, സെക്ഷൽ ഹെൽത്തിന് നല്ലതാണ്. അപ്പം അങ്ങനെയുള്ള ഗുണങ്ങളും ഉണ്ട്, ആരോഗ്യപരമായിട്ട് ഒത്തിരി ഗുണങ്ങളുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് ഒരു ആപ്പിളാണ്. ആപ്പിളും തന്നെ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെ ഇതിൽ സ്കിന്നിന് നല്ല ഗ്ലോ ആയിട്ടിരുത്താനും അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ആപ്പിൾ. അപ്പോൾ അത് ആപ്പിളിൻ്റെ പീസസും ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ചേർത്തിരിക്കുന്നത് കുക്കുംബറാണ്. ഈ കുക്കുംബർ ഉപയോഗിക്കുന്ന സമയത്ത് കണ്ടോ ഇതുപോലുള്ള കക്കിരി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതിപ്പോൾ നല്ല ഫ്രഷ് ആയതുകൊണ്ട് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്തതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അത് തന്നെ കെമിക്കൽസൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് പീൽ ചെയ്ത് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഇങ്ങനെ ഉപയോഗിക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത് ഫ്രഷ് ആണെങ്കിൽ. അപ്പം ഇതും തന്നെ നമുക്ക് വെയിറ്റ് ലോസിന് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മിക്സാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ഞാൻ ആപ്പിൾ ചെറിയൊരു സ്വീറ്റ് തരാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സെലറിയും അല്ലെങ്കിൽ ക്യൂക്കുംബറും മാത്രമായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം, വളരെ നല്ലതാണ്. ഇനി ക്യൂക്കുംബർ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് വേറൊരു ജ്യൂസും കൂടെ വെയിറ്റ് ലോസ് ഡ്രിങ്ക് തയ്യാറാക്കിയിട്ട് ഇതൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. ഒരുപാടെണ്ണം പറയുമ്പോൾ ബുദ്ധിമുട്ടൊന്നും തോന്നണ്ട, കാരണം നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നുന്ന ഏതെങ്കിലും ഒരെണ്ണം ഉപയോഗിക്കാം. അപ്പോൾ കണ്ടോ ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്ത് അരിക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ തന്നെ കുടിക്കുക. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. വെറും വയറിൽ കുടിക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത്. സെലറി എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഗോപി മഞ്ചൂരിയൻ പോലുള്ള ഡിഷൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. അത്ര തന്നെ കോമൺ ആയിട്ട് നമ്മൾ മലയാളികൾക്കിടയിൽ ഈ ഒരു സെലറി ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ്. കാരണം ഇത് നമ്മൾ സൂപ്പ് ഉണ്ടാക്കുന്ന ചില സമയങ്ങളിൽ അല്ലെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഞാനിതിൽ സെലറി മാത്രം ഉപയോഗിച്ച് നമ്മൾ ജ്യൂസ് തയ്യാറാക്കി എടുക്കാറുണ്ട്. പെട്ടെന്ന് ഒട്ടും ഉപയോഗിക്കാത്തൊരു സാധനം പെട്ടെന്ന് നമ്മൾ ജ്യൂസ് അടിച്ച്
റോ ആയിട്ട് കുടിക്കുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒരു വ്യത്യാസങ്ങളൊന്നും ശരീരത്തിൽ വേണ്ട എന്ന് ഓർത്തിട്ടാണ് ഇതിൽ ആപ്പിൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ കുടിച്ച് ശീലിച്ചതിന് ശേഷം വേണമെങ്കിൽ ഇത് നമുക്ക് ഏറ്റവും റിസൾട്ട് കിട്ടുന്ന രീതി ഇത് തനിയെ സെലറി അടിച്ചു കുടിക്കുന്നതാണ്. അപ്പോൾ അതും തന്നെ വളരെ നല്ലതാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ വയറിൽ നമുക്ക് മൊത്തത്തിൽ നമ്മുടെ ശരീരത്തിന് ഇത് ഡീടോക്സ് ചെയ്യിച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഇൻഫ്ലമേഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. എപ്പോഴും തന്നെ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉള്ളപ്പോഴാണ് നമുക്ക് ഇത്തരം ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നത്. അത് നമ്മുടെ എല്ലാവിധ പ്രവർത്തനങ്ങളെയും ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇടയ്ക്കൊന്ന് ഡീടോക്സ് ചെയ്യുന്നത് നല്ലതാണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരിക്കലും യൂസ് ചെയ്യരുത്. കാരണം എന്ത് കാര്യമായാലും ഒരു പരിധിയിൽ കൂടുതൽ ഉപയോഗിക്കരുത്. അപ്പോൾ കഴിയുന്നതും ഒരു സ്റ്റിക്ക് ഉപയോഗിക്കാം ഒരു ദിവസം. അങ്ങനെ ഒരു 7 ദിവസം കണ്ടിന്യൂസ് ഉപയോഗിച്ച് പിന്നീട് സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ആ രീതിയിൽ ചെയ്താൽ മതി. എന്ത് കാര്യമായാലും തുടർച്ചയായിട്ട് ഒരുപാട് നാൾ ഉപയോഗിക്കരുത് എന്ന് പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്. അപ്പം ഈ ഒരു സെലറി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്കിന്നിലേക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളത് നോക്കാം. ഇതിൽ വൈറ്റമിൻ കെയും എയും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ നല്ല ഇലാസ്റ്റിസിറ്റി നിർത്താൻ അല്ലെങ്കിൽ കൊളാജൻ പ്രൊഡക്ഷനെ കൂട്ടാൻ ഇത് സഹായിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഫൈൻ ലൈൻസും ചുളിവുകളൊക്കെ പെട്ടെന്ന് വരുന്നത് ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഈ കൊളാജന് കുറയും. പക്ഷെ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സപ്പോർട്ടീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ അതിനെ നിലനിർത്താൻ പറ്റും. പക്ഷെ ഏജിങ് എന്നുള്ളത് ഒരു കോമൺ പ്രോസസ്സാണ്. എങ്കിലും ഇത് നേരത്തെ വരുന്നത് തടയാൻ വേണ്ടി നമുക്ക് സഹായകരമാണ്. ഇതിലടങ്ങിയിട്ടുള്ള ഒരു ല്യൂട്ടോലിൻ എന്നുള്ള ഒരു കോമ്പൗണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്നൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് തടുക്കാൻ വേണ്ടി സഹായകരമായിട്ടുള്ളതാണ്. അതുപോലെ നമുക്ക് ഡാർക്ക് സ്പോട്ട് വരുന്നത്, ആക്നെ പ്രശ്നങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കിന്നിൻ്റെ അത്തരം ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ചില സ്കിൻ ഹെൽത്ത് ഇഷ്യൂസ് തന്നെ വരാറുണ്ട് ഡെർമറ്റൈറ്റിസ് കേസുകളിലൊക്കെ തന്നെ. അപ്പോൾ അത്തരം കേസുകളെയൊക്കെ തന്നെ ആ ഒരു ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഡ്രിങ്ക് കൂടിയാണ്. തീർച്ചയായിട്ടും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക, ഡോക്ടറിൻ്റെ അഡ്വൈസിൽ ഉപയോഗിക്കാവൂ. അതല്ലാത്ത വശം നമുക്കിതിൽ ഷുഗർ ലെവലൊക്കെ കുറവായതുകൊണ്ട് അതിന് ഡയബറ്റിക് പേഷ്യൻസിനും ഉപയോഗിക്കാം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഇത് മുഖക്കുരു മാറ്റാനുള്ള ഒരു ജ്യൂസാണ് എന്നുള്ള പറയുമെങ്കിലും ഇത് ആധികാരികമായിട്ടുള്ള പഠനങ്ങളൊന്നും പ്രത്യേകിച്ചൊരു റിസൾട്ടും പറഞ്ഞിട്ടില്ല. പക്ഷെ എങ്കിലും ഉപയോഗത്തിൽ നമുക്കിതുപോലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കും എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഇത് സ്കിന്നിലെ അത്തരം പ്രശ്നങ്ങൾക്ക് വളരെയധികം ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. അതുപോലെ മിനറൽസ് ആയിട്ടുള്ള കാൽസ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് സ്കിന്നിന് അത്രയേറെ ഗ്ലോ ചെയ്ത് കൂടെ നിലനിർത്താൻ സഹായിക്കുന്ന ഒന്നാണ്. പലപ്പോഴും നമ്മൾ പുറമേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്രീമുകളും ഫേസ് പാക്കുകളും ഓയിലുകളും ഒക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലുള്ള ഡീടോക്സ് ഡ്രിങ്കുകൾ പറയുമ്പോൾ അത്ര തന്നെ ആളുകളിലേക്ക് അത്തരം വീഡിയോസ് എത്തിപ്പെടാറില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം ഫോളോ ചെയ്യേണ്ടത് ഇതുപോലുള്ള ഡീടോക്സിഫിക്കേഷൻ മെത്തേഡാണ്. അതിനുശേഷം വേണം ബാക്കിയുള്ള സ്കിൻ കെയർ, ഹെൽത്ത് കെയർ, ഹെയർ കെയർ ഒക്കെ നിങ്ങൾ ചെയ്താൽ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഈ ഒരു ഡീടോക്സ് മെത്തേഡ്, അതുപോലെ തന്നെ കോമൺ ആയിട്ട് നമ്മുടെ ബോഡിയെ ഹൈഡ്രേറ്റ് ആക്കി നിലനിർത്താൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നത്, നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കുന്നതും ശരിയായ ഉറക്കം ലഭിക്കുന്നതും ഓക്സിജൻ സപ്ലൈ ശരിയായ രീതിയിൽ ബോഡിയിൽ നടത്താൻ വേണ്ടിയിട്ടും അതുപോലെ മസിൽസിനൊക്കെ തന്നെ ആ ഒരു കോൺട്രാക്ഷനും റിലാക്സേഷനും ഒക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള എക്സസൈസുകൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതും ഒക്കെ തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ റിസൾട്ട് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി സഹായകരമാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഇതിൻ്റെ ടേസ്റ്റ് ബാലൻസ് ചെയ്ത് നിർത്താനും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ജ്യൂസാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ മാക്സിമം ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.